അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനികമായ പഠന പരമ്പരയിൽ കഴിഞ്ഞ സീരീസുകളിൽ ധാരാളം കാര്യങ്ങൾ ഗ്രഹിച്ചവരാണ് നമ്മൾ. ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല, സ്വഹാബിമാർ പ്രാവർത്തികമാക്കിയിട്ടില്ല, 4 ഖലീഫമാരുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതെല്ലാം കളവാണ്, മദ്ഹബിലെ ഇമാമുമാർ പോലും ചെയ്തിട്ടില്ല, ആദ്യ 3 നൂറ്റാണ്ടിൽ ആർക്കും അത് പരിചയമില്ല, ഷിയാക്കളിൽ നിന്നാണ് ഇത് തുടങ്ങി വെച്ചത്, 6-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ വ്യാപകമായ രീതിയിലുള്ള തുടക്കമുണ്ടായത് എന്നതൊക്കെ കഴിഞ്ഞ പരമ്പരകളിലായി നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇതൊരു പുത്തനാചാരം തന്നെയാണ് എന്നാണല്ലോ. ന്യായീകരിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ന്യായീകരിക്കുന്നവർക്ക് പോലും അറിയാം അത് ന്യായമല്ല എന്ന്. ആയത്തും ഹദീസും ഉണ്ടെന്ന് വാദിക്കുന്നവർ, ചില സംഭവങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് തെളിവാക്കാൻ ശ്രമിക്കുന്നവർ, പല കിനാക്കഥകളെയും പാട്ടുകളെയും കാലക്കീലുകളെയും എല്ലാം പ്രമാണമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ, അവർക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ് ഇത് ആദ്യ നൂറ്റാണ്ടിൽ ഇല്ല എന്ന കാര്യം. 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ് എന്ന് ഇതിൻ്റെ പ്രചാരകർ തന്നെ സമ്മതിച്ചത് ഇതിനു മുമ്പത്തെ പരമ്പരകളിൽ നമ്മൾ കേട്ടതാണ്. നല്ല ബിദ്അത്താണ് എന്ന ന്യായം പറയുന്ന ഉസ്താദുമാരെ നമ്മൾ കാണുന്നുണ്ട്. അഥവാ ബിദ്അത്താണ് എന്ന് അവരും സമ്മതിക്കുന്നു എന്നർത്ഥം. ചുരുക്കത്തിൽ നബിദിനാഘോഷം പുതിയത് തന്നെ എന്ന് നമുക്കിവിടെ ബോധ്യമാവുകയാണ്. ഒരു കാര്യം പുതിയതാണോ അല്ലേ എന്നതാണല്ലോ മതത്തിൽ സ്വീകാര്യമാണോ അല്ലേ എന്നതിൻ്റെ അടിസ്ഥാനം. മതത്തിലുള്ള കാര്യമാണെങ്കിൽ അവയ്ക്കെല്ലാം 1400 വർഷത്തെ പഴക്കം തീർച്ചയായും ഉണ്ടാവണം. അന്നില്ലാത്ത ഒന്ന് പിന്നീട് ഉണ്ടാവുകയില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ പഠിപ്പിച്ചതുപോലെ ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന, അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല എന്നാണ്. ഇപ്പം നബിയുടെ കാലത്തില്ലാത്ത നിസ്കാരം ഇന്ന് നമുക്ക് നിസ്കരിക്കാനുണ്ടോ? ഇല്ലല്ലോ. അന്നില്ലാത്ത നോമ്പ് ഇന്ന് നോൽക്കാനുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെന്ന് ആര് പറഞ്ഞാലും സ്വീകാര്യവുമല്ലല്ലോ. അതാണ് മതത്തിൻ്റെ സവിശേഷത. കാലം മാറുമ്പോൾ, നാട് മാറുമ്പോൾ, ദേശം മാറുമ്പോൾ അതിനനുസരിച്ച് രൂപഭാവങ്ങളിൽ മാറ്റം വരുന്നതല്ല ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ. അതിൽ ഖിയാമത്ത് വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ലോകത്തെവിടെ ജീവിച്ചാലും അവിടെയെല്ലാം ഒരേപോലെ പ്രാവർത്തികമാക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാമിലെ നിയമങ്ങൾ മുഴുവനും. എന്നാൽ അതിൽ ഇല്ലാത്ത ഒന്ന്, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബികൾക്ക് പരിചയമില്ലാത്ത, തബഉ താബികൾക്ക് പരിചയമില്ലാത്ത, മദ്ഹബിലെ ഇമാമുമാർ പോലും ആഘോഷിച്ചിട്ടില്ലാത്ത, മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും പോലും ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ലാത്ത, ഷിയാക്കൾ തുടങ്ങി വെച്ച, മുളഫർ രാജാവ് ഏറ്റെടുത്ത് പ്രചാരണം നൽകിയ, സൂഫികൾ വഴി ലോകവ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഈ ഒരു ആശയം സഹോദരൻ എങ്ങനെയാണ് മതമായി മാറുക? ഇത് പുത്തൻ തന്നെ, പുതിയത് തന്നെ എന്ന കാര്യത്തിൽ ഇനിയും നമുക്ക് സംശയിക്കാനുണ്ടോ? ഇനി അതല്ലെങ്കിൽ ഇത് ആചരിക്കുന്ന ആർക്കെങ്കിലും വാദമുണ്ടോ നബിയുടെ കാലത്തെ നബിദിനാഘോഷമുണ്ട് എന്ന്, സ്വഹാബിമാർ നബിദിനം ആഘോഷിച്ചുവെന്ന്, ഇമാം ഷാഫിഈ നബിദിനം ആഘോഷിച്ചുവെന്ന്? ഇല്ല, അവർ പോലും പറയുന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്ന കാര്യമാണ് ആദ്യകാലങ്ങളിൽ ഇതില്ല എന്നത്. പിന്നെ അത് ന്യായം പറയാനാണ് ശ്രമിക്കുന്നത്. നല്ലതല്ലേ, നല്ല ബിദ്അത്തല്ലേ, എന്നാലും പുണ്യമല്ലേ, മദ്ഹല്ലേ എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ഇത് ന്യായീകരിക്കുവാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ന്യായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന ന്യായങ്ങളല്ല എന്ന് നാം തിരിച്ചറിയുക. തർക്കമില്ലാത്ത വിധം ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ് നബിദിനാഘോഷം പുത്തൻ ആചാരമാണ് എന്നത്. അത് ഷിയാക്കളാണ് തുടക്കക്കാർ എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുതുതായി ഉണ്ടായത് എന്നത് ഇവിടെ തർക്കമില്ലാത്ത വിധം എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ പ്രചാരകരായ ആളുകൾ പോലും അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുമുണ്ട്. അതിനാൽ വിശ്വാസികൾ തീരുമാനിക്കേണ്ടത് എനിക്ക് മതത്തിൽ പഴയത് മതി, പുതിയത് വേണ്ട എന്നാണ്. ഏതൊക്കെയാണോ പഴയതുള്ളത് അതെല്ലാം സ്വീകരിക്കാം, പുതിയതൊന്നും എനിക്ക് ആവശ്യമില്ല. പഴയതെന്ന് പറയുമ്പോൾ 1400 കൊല്ലം പഴക്കമുള്ള കാര്യങ്ങൾ മാത്രം, അതേ ഞാൻ ചെയ്യൂ, അല്ലാത്തവ എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും എല്ലാ പുതിയതിനെയും, വിശിഷ്യ നബിദിനാഘോഷമെന്ന ഈ പുത്തൻ ആചാരത്തെയും കണിശമായി എതിർക്കുവാനും അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നാം തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.